ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മെയിൻ്റെനൻസിന്റെ മോഡ്യൂൾ 1 പാർട്ട് 4 ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം. മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് us ടു യൂസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ. 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വൺ ഓർ മോർ പ്രോഗ്രാം ഡിസൈൻ ടു കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്നോ അതിൽ കൂടുതലോ പ്രോഗ്രാംസ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കമ്പോണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്തൊക്കെയാണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കമ്പോണൻസ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട് ആസ് ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിൾസ്: DOS, Windows, Unix, Linux. Major functions of an operating system are process management, memory management, file management, device management. ഇതൊക്കെയാണ് മേജർ ഫങ്ഷൻസ്. ഏതൊക്കെയാണ്? പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. അടുത്ത് ലാംഗ്വേജ് പ്രൊസസ്സർ ആണ്. ലാംഗ്വേജ് പ്രൊസസ്സർ എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് പ്രോഗ്രാം റിട്ടേൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ അസംബ്ലി ലാംഗ്വേജ് ഇൻടു ഇറ്റ്സ് ഇക്വലന്റ് മെഷീൻ ലാംഗ്വേജ്. ലാംഗ്വേജ് പ്രൊസസ്സർ എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിനെ ഇക്വലന്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ അസംബ്ലി ലാംഗ്വേജിനെ എന്തിലോട്ടാക്കുന്നു? മെഷീൻ ലാംഗ്വേജിലോട്ടാക്കുന്നു. ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രൊസസ്സർ. ഒന്നാമത്തെ അസംബ്ലർ. അസംബ്ലർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ആക്കുന്നു. അടുത്തത് ഇന്റർപ്രറ്റർ ആണ്. ഇന്റർപ്രറ്റർ എന്തിനു ഉപയോഗിക്കുന്നു? ഇറ്റ് കൺവേർട്സ് എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻടു മെഷീൻ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ. ലൈൻ ബൈ ലൈൻ ആയിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കുന്നു. മെയിൻ ആയിട്ടുള്ളതാണ് ഇന്റർപ്രറ്ററിന്റെ സവിശേഷതയാണ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. കമ്പൈലർ ഇറ്റ് കൺവേർട്സ് ഓൾ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻടു മെഷീൻ ലാംഗ്വേജ് അറ്റ് എ ടൈമിൽ തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ് ആര്? കമ്പൈലർ. അപ്പം ലൈൻ ബൈ ലൈൻ ആണെങ്കിൽ ഇന്റർപ്രറ്റർ, ഓൾ പ്രോഗ്രാം അറ്റ് എ ടൈമിലാണെങ്കിൽ എന്താണ്? കമ്പൈലർ. അടുത്ത യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ് വിച്ച് ഹെൽപ്സ് യൂസർ ഇൻ സിസ്റ്റം മെയിൻറ്റെയിൻ ടാസ്ക്. സിസ്റ്റം മെയിൻറ്റെയിൻസ് ടാസ്കിനാണ് ഉപയോഗിക്കുന്നത്. Some of the utility programs are compression tools. Large files can be compressed. അതായത് ലാർജ് ഫയൽസിനെ കംപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് കംപ്രഷൻ ടൂള്. അതിലെ സ്റ്റോറേജ് ഏരിയ മതിയാവും. എക്സാമ്പിൾ വിൻസിപ്പ്, വിൻറാർ. അടുത്ത് ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ കൺസ്ലോട്ട്സ് ഫ്രാഗ്മെന്റഡ് ഫയൽസ് ഓൺ എ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്. അടുത്ത് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ബാക്കപ്പ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ഡിസ്ക് ഫോർ ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ബാക്കപ്പ് എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ഡിസ്ക് ഇൻഫർമേഷൻ ആണ്. സോ ദാറ്റ് ഇൻ ആൻ ഇവന്റ് ഓഫ് ഡിസ്ക് ഫെയിലിയർ ദിസ് ബാക്കപ്പ് മേ ബി യൂസ്ഡ്. അതായത് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഈസ് എ യൂട്ടിലിറ്റി പ്രോഗ്രാം ദാറ്റ് സ്കാൻസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ സ്കാൻ ചെയ്യുന്നത് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് എന്തോന്നാണ്? എക്സാമ്പിൾ എന്താണ്? നോർട്ടൺ ആന്റിവൈറസ്, കാസ്പെർസ്കി ആണ് ഈ ഒരു ആന്റിവൈറസിന്റെ എക്സാമ്പിൾ. അടുത്ത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഈസ് കാൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആൻഡ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. എന്തൊക്കെയുണ്ട്? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ഉണ്ട്. A general purpose software is software that can be used for variety of ടാസ്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. അതായത് എക്സാമ്പിൾ ഏതൊക്കെയാണ്? MS വേർഡും ഓപ്പൺ ഓഫീസ് റൈറ്ററും. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ,
ഇതൊക്കെയാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ MS വേർഡും ഓപ്പൺ ഓഫീസ് റൈറ്ററുമാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് എക്സലും ഓപ്പൺ ഓഫീസ് ആണ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ആക്സസ്, ഒറാക്കിൾ. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അഡോബ് ഫ്ലാഷും മീഡിയ പ്ലെയർ. സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ടൈലർ എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മെയ്ഡ് സോഫ്റ്റ്വെയർ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. മറ്റൊരു പേരെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അടുത്ത പേറോൾ എക്സാമ്പിൾസ് ആണ്. ഈ ഒരു ടൈലറിന് എക്സാമ്പിൾസ് ആണ് പേറോൾ സിസ്റ്റം, ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം, HR മാനേജ്മെന്റ് സിസ്റ്റം. അടുത്ത ടോപ്പിക് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഗീവ്സ് ദ യൂസർ ദ ഫ്രീഡം ടു യൂസ്, അതായത് യൂസറിന് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. കോപ്പി, ഡിസ്ട്രിബ്യൂട്ട്, എക്സാമിൻ, ചേഞ്ച് ആൻഡ് ഇംപ്രൂവ്. ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ ഇംപ്രൂവ് ദ സോഫ്റ്റ്വെയറിനെ ഇംപ്രൂവ് ചെയ്യുകയാണ് ഇത്. എക്സാമ്പിൾ GNU ലിനക്സ്, ജിംബ്, മൊസില്ല ഫയർഫോക്സ്, OpenOffice.org. 4 freedoms of free software. 4 തരത്തിലുള്ള ഫ്രീഡം 0 എന്ന് വെച്ചാൽ ദ ഫ്രീഡം ടു റൺ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടും റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അടുത്ത ഫ്രീഡം 1 ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാം വർക്ക് എന്നതിനെ കുറിച്ച് പഠിക്കുക. ആൻഡ് അഡാപ്റ്റ് ഇറ്റ് ടു യുവർ നീഡ്സ്. അത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്യണം. The freedom to distribute. ഫ്രീഡം 2 ആണ്. The freedom to distribute copies of the software. സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആണ്. അടുത്ത ഫ്രീഡം 3 the freedom to improve the program and release your improvements to public. അതായത് നമ്മുടെ ഇംപ്രൂവ്മെന്റ് പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യുകയാണ് ഫ്രീഡം 3. ഫ്രീ ഫയർ ആൻഡ് ഷെയർ വെയർ ആണ്. ഫ്രീ ഫയർ എന്ന് വെച്ചാൽ കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ ദ അൺലിമിറ്റഡ് പീരീഡ്. അൺലിമിറ്റഡ് പീരീഡിലേക്ക് കോസ്റ്റ് ഒന്നും ആവാണ്ട് തന്നെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓൾ ദ ഫീച്ചേഴ്സ് ആർ ഫ്രീ. ഫ്രീ ഫയറിലെ എല്ലാ ഫീച്ചേഴ്സും എന്താണ്? ഫ്രീ ആണ്. ഫ്രീ ഫയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ഫയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. The shareware. Commercial software give users a chance to try the software before buying it. ബൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ യൂസേഴ്സിനെ സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യാമെന്നുള്ളൊരു ചാൻസ് കൊടുക്കും. ഓൾ ഫീച്ചേഴ്സ് ആർ നോട്ട് അവൈലബിൾ. എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കില്ല. ഷെയർവെയർ may or may not be distributed freely. അടുത്ത proprietary software. It is a software that is an exclusive property of its developer. ഡെവലപ്പറിന്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഇത്. cannot be copied or distributed without permission. ആ ഒരു ഡെവലപ്പറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ പെർമിഷനോ പറ്റില്ല. എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MS ഓഫീസ്. അത് ഹ്യൂമൻ വെയർ ആണ്. ഹ്യൂമൻ വെയർ ഓർ ലിവെയർ refers to humans who use the computer. Examples are computer programmers, computer operators, system administrator, etc. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 4 കഴിഞ്ഞു. ഇനി ഒരു 2-3 ടോപ്പിക്ക് കൂടെ ലിനക്സ് കമാൻഡ്സ് അങ്ങനെ മോഡ്യൂൾ 1-ൽ ഒരു 2-3 ടോപ്പിക്സ് കൂടി ഉണ്ട്. നമ്മൾ വേഗം തീർക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടൈം കിട്ടുന്ന പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ റെസ്പോൺസ് ചെയ്താൽ ഞങ്ങൾക്ക് ആ ഒരു ടൈമിങ്ങിന് തന്നെ ചെയ്യാനുള്ള ഒരു ഇത് കാണും. അപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.